ബോസ് സീസൺ 6 എപ്പിസോഡ് 53. അപ്പോൾ ബിഗ് ബോസ് സീസൺ 6 ഇപ്പോൾ കറൻ്റ്ലി നല്ല രീതിയിൽ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ സീസൺ 5 2.0 പുറത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത്. കാരണം സീസൺ 5 ഉണ്ടായിരുന്ന എല്ലാവരും ഇപ്പോൾ രംഗത്തിറങ്ങി ഓരോരോ കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയാവുന്നത്. കാരണം ഇത്രയും നാൾ ഇതിനെപ്പറ്റി സംസാരിക്കേണ്ടിരുന്ന പലരുടെയും മുഖങ്ങൾ ഇന്ന് ഇപ്പോൾ അഖിൽമാരാറുടെ ഒരു ഒറ്റ വീഡിയോയിൽ നമുക്ക് പുറത്തു വന്നു. അഖിൽമാരാർ പറയുന്ന കാര്യങ്ങൾ പകുതിയ കാര്യങ്ങളിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ഇല്ലാണ്ട് പറയുന്നുണ്ടെങ്കിൽ പോലും ഞാൻ തന്നെ വിചാരിച്ചു പറയുമ്പോൾ പ്രൂഫ് അടക്കം പറയേണ്ടതെന്ന് ഞാൻ വിചാരിച്ചെങ്കിലും പുള്ളി പറഞ്ഞ കാര്യങ്ങൾ കുറച്ചൊക്കെ കറക്റ്റ് ഉണ്ടെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പലരും വെളിപ്പെടുത്തലുകളായിട്ട് പുറത്തു വന്നത്. അതായത് ഇതിൽ ബിഗ് ബോസിൽ ഇൻ്റർവ്യൂവിന് പോയിട്ട് അവർ നേരിട്ട ദുരനുഭവങ്ങളൊക്കെ പങ്കുവച്ചിട്ട് പല സ്ത്രീകളും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ ആളുകളും വരും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് റിനോഷിനെ പോലുള്ളവരൊക്കെ അവസരം മുതലെടുത്ത് കളിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. റിനോഷ് പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ ശരിയുണ്ട്, എന്നാലും അത് അവർക്ക് പറയാനായിരുന്നെങ്കിൽ മുന്നേ ആവായിരുന്നു. പക്ഷേ ഇത്രയും നാൾ സംസാരിക്കാണ്ടിരുന്നിട്ട് ഇപ്പോൾ അഖിൽമാരാർ ബിഗ് ബോസിൻ്റെ ഒരു അനീതിക്കെതിരെ പ്രതികരിച്ചപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാണ്ട് ഈ റിനോഷിനെ പോലുള്ളവർ, ഇപ്പം റിനോഷ് ആയാലും നാദ്ര ആയാലും ശോഭയായാലും ഇവരെല്ലാം അതിനെ എതിർത്തിട്ടാണ് സംസാരിക്കുന്നത്. അവിടെ നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ നേരിട്ട് കണ്ടൊരു അനുഭവമാണ് സിബിൻ്റെ കാര്യം. സിബിനെ അത് നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. സിബിനെ പിടിച്ച് പുറത്താക്കിയ ഒരു കാര്യം സിബിൻ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സിബിനെ പുറത്താക്കിയത് സിബിൻ്റെ കൺസേൺ ഇല്ലാണ്ടാണെങ്കിൽ അത് തെറ്റായ കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തെ പ്രതികരിച്ച് ഒരാൾ അഖിൽമാരാറാണ്. അപ്പോഴാണ് ബാക്കിയുള്ളവർക്കൊക്കെ ഉരുപൊട്ടിയത്. അപ്പോൾ എന്തായാലും പുറത്തെ കാര്യങ്ങൾ അവിടെ അതിൻ്റെ വഴിക്ക് വിടാൻ നമുക്ക് എപ്പിസോഡിലോട്ട് വരാം. അപ്പോൾ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ജിൻഡോൻ്റെ കാര്യത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. ജിൻഡോൻ്റെ ഒരു ഗതികേട് എന്ന് പറയുന്നത് ജിൻഡോൻ്റെ ടീം തന്നെയാണ്. ഒരു തരത്തിലും ടാസ്കിലോട്ട് ഇറങ്ങി കളിക്കാത്ത അൻസിബയെ കൊണ്ട് ഒരു യൂസും ഇല്ല. പാവ കിടന്ന് കഷ്ടപ്പെടുകയാണ് അൻസിബയെ വെച്ചിട്ട്. അൻസിബയെ വേർപ്പിക്കാനും പറ്റില്ല, എന്നാൽ കൂടെ നിർത്താനും പറ്റുന്നില്ല എന്നൊരു സിറ്റുവേഷനിലാണ് ജിൻഡോ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ കൂടെ ഒരു തരത്തിലും ജിൻഡോൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കാത്ത ജാസ്മിനും ശ്രീതുവും. അവർ വേറൊരു ടീം. അതിൻ്റെ അകത്ത് സത്യം പറഞ്ഞാൽ 3 ടീമാണ് ജിൻഡോൻ്റെ ടീം എന്ന് പറഞ്ഞാൽ. ശ്രീതു ജാസ്മിൻ ഒരു ടീം, അൻസിബ വേറൊരു ടീം, ജിൻഡോ വേറൊരു ടീം. ഇതാണ് ആ ഒരു ടീമിൻ്റെ പ്രശ്നം. എന്നിട്ട് അവർ ഇത്രയൊക്കെ കളിച്ചെത്തിയതിന് വലിയ കാര്യം. ഇത്രയൊന്നും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് നല്ല കോർഡിനേഷനുള്ള ടീം ആയതുകൊണ്ട്. ആ സിറ്റുവേഷനിലാണ് ടീം ടണലിൻ്റെ കാര്യം പറയുന്നത്. അവരുടെ ടീം നല്ല പെർഫെക്റ്റ് കോമ്പിനേഷനാണ്. അവർ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ടാസ്ക് മുന്നോട്ട് കൊണ്ടുപോയി. ഇന്നലത്തെ ടാസ്കിൽ തന്നെ ആയാലും നമ്മുടെ നന്ദനയാണ് കയറി സ്കോർ ചെയ്തുകൊണ്ടിരുന്നത്. നന്ദനയാണ് എല്ലായിടത്തും പോയി അടിച്ച് തകർത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു ഫിസിക്കൽ ടാസ്ക് വരുമ്പോൾ ഒരു പെൺകുട്ടി മുന്നോട്ട് ഇറങ്ങുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആണുങ്ങൾക്ക് പിടിച്ചു മാറ്റുന്നതിലൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഇവരെ എത്ര ഈക്വാലിറ്റിയും കാര്യങ്ങളൊക്കെ പറഞ്ഞാലും അവിടെ ആണുങ്ങളെ കയറി പിടിക്കുന്ന പോലെ ഒരു പെൺകുട്ടിയെ കയറി പിടിച്ചു കഴിഞ്ഞാൽ അവിടെ വിഷയം മാറും, അവിടെ വേറെ വലിയ പ്രശ്നവും. അപ്പോൾ ആ നേരത്തെ ഈക്വാലിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് നന്ദനക്ക് വരികയും നന്ദന കയറി സ്കോർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ ഒരു ടൈമിലാണ് അവർ നമ്മുടെ റസ്മിനെ ഇറക്കിയത്. നന്ദനെ പൊട്ടണമെങ്കിൽ റസ്മിൻ തന്നെ വേണം. പെർഫെക്റ്റ് ആയിട്ട് അവർ അത് റസ്മിൻ മാനേജ് ചെയ്യുകയും ചെയ്തു. കറക്റ്റ് ടീം വർക്കാണ്. ഓരോരുത്തർക്കും ആരെ പിടിക്കണമെന്ന് പറയുന്നത്. പിന്നെ അവരുടെ ടീമിലുള്ള നോറയ്ക്ക് കൂടുതൽ ഫിസിക്കലി അങ്ങനെ പറ്റാത്തതുകൊണ്ട് നോറയെ ടാസ്ക് വെച്ച് ബൊമ്മയെ കൊണ്ട് ഓടിക്കുമെന്ന് പറഞ്ഞ സിറ്റുവേഷൻ. അപ്പോൾ അതേ ഒരു കോർഡിനേഷൻ തന്നെ ഇന്നത്തെ ഒരു ഗെയിമിലുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ഋഷിയുടെ ത്രോയും ബാക്കിയുള്ളവരുടെ ഡിഫൻസും നോറയുടെ പ്രൊവോക്കിങ്ങും എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ആ ഒരു കാര്യത്തിൽ അവർ പെർഫെക്റ്റ് കോമ്പിനേഷൻ തന്നെ പറയണം. അടിപൊളിയായിട്ട് അവർ കളിച്ചു. അവർ അറിയിച്ച ഒരു വിജയം തന്നെയായിരുന്നു. അപ്പോഴാണ് എനിക്ക് ജിൻഡോൻ്റെ കാര്യത്തിൽ എനിക്ക് വിഷമം തോന്നിയത്. ഒറ്റക്ക് നിന്ന് ഇത്രയും പോരാടിയില്ലേ. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ഇങ്ങനെ ലൈവൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓഫീസിൽ ഡ്യൂട്ടിയുടെ ഇടയിൽ ഇടയ്ക്ക് ഇങ്ങനെ ലൈവ് എന്തായെന്ന് അറിയാനായിട്ട് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ ജസ്റ്റ് ലൈവ് ഓൺ ആക്കിയിട്ട് ഞാൻ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കും. ഞാൻ വീഡിയോ കാണില്ല, ലൈവ് ഞാൻ കേൾക്കും. അപ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു 1.5 മണിക്കൂർ എല്ലാം കൂടി ഇരുന്ന് പാട്ട് പാടുന്നു. രാവിലെ തന്നെ ഇരുന്നങ്ങ് പാട്ട് പാടുകയാണ്. അത് കേൾക്കാൻ രസമുള്ള രീതിയിലാണെങ്കിലും കുഴപ്പമില്ല. 5-6 ഇരുന്ന് പാടുന്നു. 6 വഴിക്കുള്ള രീതിയിലുള്ള പാട്ട് പാടല്. ഇവർ പാട്ട് പാടാനാണ് അകത്ത് പറയുന്നത്. അപ്പോൾ ഞാൻ ആരൊക്കെയാണ് ഇത് പാടുകയെന്ന് അറിയാനായിട്ട് ഇങ്ങനെ എടുത്ത് നോക്കിയ സിറ്റുവേഷനിലാണ് നമ്മുടെ ഒരുപാട് പേരുണ്ട്. ഈ റസ്മിൻ, ശ്രീതു, അങ്ങനെ കുറേ പേര് അവിടെ ഇരുന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. ഈ ലേഡീസിൻ്റെ ഒരു ടീമാണ് അവിടെ ഇരുന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ രതീഷിൻ്റെ ഒരു ഫ്രെയിം കാണിക്കുക. രതീഷ് അവിടെ റൂമിൽ മാറി എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇതെന്താണ് കാണിക്കുന്നത്, ഇതാണ് ഇവരുടെ കണ്ടന്റ്, ഇത് കാണിക്കാനാണ് ഇവർ ഇതിൻ്റെ അകത്തോട്ട് കയറ്റി വന്നത് എന്ന് പറഞ്ഞൊരു ചോദ്യം. അതായത് ഞാൻ എൻ്റെ മനസ്സിൽ എന്താ വിചാരിച്ചത്, അത് കറക്റ്റ് അവിടെ ഒരു ലോങ് ഷോട്ട് ഫ്രെയിം വെച്ചിട്ട് ബാക്കിൽ ഇരുന്നിട്ട് പുള്ളി പറയുന്നത് കറക്റ്റ് കാര്യമാണ്. പുള്ളി അതിൻ്റെ അകത്തൊരു നാക്കിന് ലൈസൻസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും പല കാര്യങ്ങളും പറയണത് കറക്റ്റാണെന്ന് എനിക്കൊന്ന് ഫീൽ ചെയ്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളി ഗെയിമിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഒന്നുമില്ലാണ്ട് ഒരു വിലങ്ങ് വെച്ച് നിർത്തിയാക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പുള്ളിയെ വിലങ്ങ് അഴിച്ച് അതിനകത്തോട്ട് ഒരു പ്ലെയറാക്കി ഇറക്കി കഴിഞ്ഞാൽ പുള്ളി കപ്പടിക്കാനൊന്നുള്ള കാലിബറൊന്നുമില്ല. പുള്ളി അത്രയ്ക്ക് നല്ല പ്ലെയറാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പലരോടും ഹൗസിലുള്ള പലരോടും പ്രേക്ഷകർ എന്ത് പറയണമെന്ന് വിചാരിച്ചോ ആ പല കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയാനുള്ളൊരു കപ്പാസിറ്റി പുള്ളിക്കുണ്ട്. അതായത് പുള്ളി പുറത്തുനിന്ന് പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം അറിഞ്ഞിട്ട് അകത്തോട്ട് കയറിയതാണ്. ഓൾറെഡി നാക്കിനില്ലാത്ത ഒരാൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പുറത്തുനിന്ന് അറിഞ്ഞിട്ട് അകത്തോട്ട് കയറിയിട്ട് പുള്ളിക്ക് ആ ഒരു പവറും കൂടി കൊടുക്കുകയാണെങ്കിൽ, അതായത് സംസാരിക്കാനുള്ള പവറും കൂടി കിട്ടുകയാണെങ്കിൽ പുള്ളി എല്ലാവരെയും വലിച്ചു കയറി ഒട്ടിക്കുമെന്നുള്ളൊരു 100% ഉറപ്പാണ്. പിന്നെ പുള്ളി തന്നെ ഒപ്പിച്ചു. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ
ഒരു പ്രാങ്ക് ഒപ്പിച്ചതാണ്, അതായത് സിജോനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. സിജോനെ ബൂസ്റ്റ് ചെയ്യണം, സിജോ നീ തീയില്ലാത്ത ഒരാളാണെന്നൊക്കെ പറഞ്ഞ ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ നീ ആ തീ എന്താണെന്ന് കാണിച്ചു കൊടുക്കണം, അതിന് നമുക്ക് രണ്ടുപേർക്കും കൂടി തന്നെ തല്ലുപിടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ബിഗ് ബോസ് കൂട്ടും നിൽക്കണേ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് തേങ്ങയാണ് ഇവർ കാണിക്കണമെന്നാണ് തോന്നിയത്. അത് നല്ല രീതിയിൽ ചീഞ്ഞളിഞ്ഞ് പോയിട്ടുണ്ട്. കാരണം സായ ഇടയ്ക്ക് കയറി പവർ ടീമൊക്കെ പവർ ഉപയോഗിച്ച് അവരെ മൂലക്ക് ഇരുത്തി. അത് നാറിയ ഒരു പരിപാടി തന്നെ പറയണം. അത്രയ്ക്ക് തകർന്ന് തരിപ്പണമായി പോയ ഒരു പരിപാടിയായിപ്പോയി. സിജോ കയറി വരാനൊന്ന് റെഡിയായി നിന്നാൽ സിജോനെ അടിച്ച് താഴെ കൊണ്ടിട്ടൊരു സിറ്റുവേഷനാണ്. ഇപ്പോൾ ബാക്കിയുള്ളവരുടെ മുന്നിൽ സിജോ ഒരു കോമാളിയായ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പോയി. സിജോനെ ഉയർത്താനാണോ പുള്ളി ആ ഒരു പരിപാടി അവിടെ ഇറക്കിയത്, അതോ താഴ്ത്താനാണോ എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷനാണ്. എനിക്ക് കൂടുതൽ തോന്നിയത് സിജോനെ ഒന്നും കൂടി അടിച്ചമർത്തി താഴ്ത്തി കെട്ടാനുള്ളൊരു പരിപാടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അതാണ് റിസൾട്ട് കിട്ടിയേക്കുന്നത്. പിന്നെ പതിവ് പോലെ 50ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ സ്വിച്ചിട്ട പോലെ കുറച്ച് ടീമുകൾ തമ്മിൽ ഫയറായിട്ട് അറ്റാക്കിംഗ് മോഡിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഗബ്രി, ജാസ്മിൻ, റസ്മിൻ ഇവരൊക്കെ 50ാമത്തെ ദിവസം വരെ അവർ നിന്ന് എങ്ങനെയാണ്, 50 ദിവസം കഴിഞ്ഞിട്ട് അവർ നിൽക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം അറിയാം. അപ്പോൾ ഇതുവരെ ഇല്ലാത്ത അടികളാണ് അവർ തമ്മിൽ. ഒരു കാര്യത്തിൽ യോജിപ്പ് വരുന്നില്ല, എല്ലാ കാര്യത്തിലും പല അഭിപ്രായങ്ങൾ. ഇത് മുന്നേ എത്ര വലിയ വിഷയം ഉണ്ടായി കഴിഞ്ഞാലും ജിൻഡോനെതിരെയൊക്കെ ഒരു ഒരുമിച്ച് കളിച്ചാൽ ജിൻഡോ ഫുഡ് കഴിക്കാൻ ഇരുന്നോടത്തിരുന്ന് കരഞ്ഞിട്ടുണ്ട് ആ മനുഷ്യൻ. ആ ടൈമിൽ വരെ വന്നിട്ട് ഈ റസ്മിനൊക്കെ കിടന്ന് കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരാൾ ഇമോഷണലി ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ ഇത്ര വലിയ നന്മപരം കളിക്കുന്ന ആളുകളൊക്കെയാണ്. അവർക്ക് എതിരായിട്ട് നിൽക്കുന്ന ജിൻഡോക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ അവിടെയിട്ട് ജിൻഡോനെ വലിച്ചു കയറിയ ആൾക്കാരുണ്ട്. അവരൊക്കെ ഇന്ന് ജിൻഡോനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. സത്യം ഞാനപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തത്. ജിൻഡോ ഫുഡ് കഴിക്കാനിരുന്നപ്പോൾ കരഞ്ഞപ്പോൾ റസ്മിൻ്റെ ഒക്കെ ഒരു ആക്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ആലോചിക്കായിരുന്നു, ഇപ്പോൾ ഇവരെ എങ്ങനെയൊക്കെയാണ് ഇവർ ഗെയിം മാറ്റി പിടിക്കാൻ നോക്കുന്നത് എന്നുള്ളത്. 2 പഞ്ഞി എത്രയും പെട്ടെന്ന് ബിഗ് ബോസ് ഹൗസിലോട്ട് എത്തിച്ചു കൊടുക്കണമെന്ന് ഉള്ളൊരു റിക്വസ്റ്റ് എനിക്കുണ്ട്. കാരണം ഇപ്പോൾ കിച്ചൺ ടീമിൽ നിൽക്കുന്നത് ജാസ്മിനാണ്, ക്യാപ്റ്റനായി നിൽക്കുന്നത് ജാസ്മിനാണ്. അപ്പോൾ ജാസ്മിൻ്റെ കുക്കിംഗ് ഒക്കെ ഇന്ന് ഭയങ്കര, ഞാൻ ലൈവിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. കാരണം ഇങ്ങനെയാണ്, എന്താണെന്നറിയില്ല, ആ കുട്ടിക്ക് ഇടക്കിടക്ക് എൻ്റെ ആ കൈ വെച്ച് തന്നെ കുക്ക് ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് തന്നെ പെടുത്തോ എന്താണെന്നറിയില്ല. എന്നിട്ട് സ്പൂണിട്ട് ഇളക്കളതിന് പകരം മുളക് പൊടി എന്തോ കൂടുതൽ വീണപ്പോൾ കൈയിട്ടൊക്കെ വാരി ഇങ്ങനെ അന്യ കോമഡിയാണ് പുള്ളിക്കാരി കിച്ചണിൽ കയറി കഴിഞ്ഞാൽ. അത് മോണിറ്റർ ചെയ്യാനായിട്ട് അവിടെ പോയി നിൽക്കുന്ന ശ്രീരേഖയും ഉണ്ടായിരുന്നു. ശ്രീരേഖയുടെ കാര്യം പിന്നെ പറയണ്ട, വെറുപ്പിക്കില്ല. ഹൗസിലുള്ളവർ തന്നെ പറഞ്ഞു തുടങ്ങി നടക്കണയിൽ ഇരിക്കണയിലൊക്കെ അഭിനയമാണെന്ന്. അതിൽ ആരോ പറയുന്നുണ്ടായിരുന്നു, കക്കൂസി പോകുമ്പോൾ ഒരു അഭിനയമാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ശ്രീരേഖയുടെ കാര്യം വേറൊരു സൈഡിലേക്ക്. പിന്നെ ബാക്കി കുറേ പേര് ഇപ്പോഴും അവിടെ ഉറങ്ങിയിരിക്കുന്ന സിറ്റുവേഷനാണ്. എന്തെങ്കിലും ഒരു ടാസ്ക് വല്ലതൊക്കെ വരുമ്പോഴേ ഈ പറഞ്ഞ ആളുകളെ കാണുന്നുള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് എല്ലാ വീക്ക് രണ്ടുപേരെ വെച്ചിട്ട് മിഡ് വീക്കിൽ എവിക്ട് ചെയ്ത് അങ്ങ് കളയണം. സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ നിലവിലിപ്പോൾ വോട്ടിങ്ങിൽ എനിക്ക് അറിഞ്ഞത് കറക്റ്റാണെങ്കിൽ, ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ ഏറ്റവും കുറവ് വോട്ട് കിട്ടി നിൽക്കുന്നത് ഗബ്രിയാണ്. ഞാൻ വിചാരിച്ചു ഗബ്രിയൊക്കെ ഏറ്റവും ടോപ്പിൽ നിൽക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഗബ്രിയാണ് ഏറ്റവും താഴെ കിടക്കുന്ന വോട്ടില്ല. അൻസിബയൊക്കെ നല്ല രീതിയിൽ കയറി വരുന്നുണ്ട്. അൻസിബയ്ക്ക് അതിൻ്റെ അകത്ത് നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ അൻസിബയ്ക്ക് അത്യാവശ്യം വോട്ട് കിട്ടുന്നുണ്ട്. കാരണം അൻസിബ മുഖത്തടിച്ച പോലെ കാര്യങ്ങളെല്ലാം ഓപ്പണായിട്ട് പറയുന്നുണ്ട്. ഈ ഹൗസിലുള്ള ആളുകളുടെ വിചാരം അവർ ചെയ്യുന്നതെല്ലാം ശരിയാണ്, പ്രേക്ഷകർ അതൊക്കെ മനസ്സിലാക്കും എന്നുള്ളതാണ്. അവർ ഈ ഒച്ചിട്ട് അലച്ച് ന്യായം അന്യായമൊക്കെ വിളിച്ചോറ് പ്രേക്ഷകർ അതൊക്കെ ഏറ്റെടുക്കുമെന്നാണ് വിചാരം. പക്ഷേ പ്രേക്ഷകരുമായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇവർക്കുള്ള ഏറ്റവും വലിയ ടാസ്ക് എന്നുള്ള കാര്യമാണ് ഇവർ മനസ്സിലാക്കാണ്ട് പോയത്. അവരതിൻ്റെ അകത്ത് ന്യായം അന്യായങ്ങൾ പറയുമ്പോൾ പുറത്തുള്ള നമുക്കത് നേരെ തിരിച്ചായിരിക്കും തോന്നുന്നത്. ആ ഒരു കാര്യത്തിൽ എനിക്ക് ജിൻഡോനൊക്കെ എനിക്ക് പുള്ളി ഒരുപാട് തെറ്റുകൾ അതിൻ്റെ അകത്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഒരാൾക്കും അത്രയ്ക്ക് ഒരു 90% ആളുകൾക്കും, അതായത് ഈ പ്രത്യേക ടീമുകളുടെ ഫാൻസ് അല്ലാത്ത കോമൺ ആയിട്ട് ഷോയൊക്കെ നോക്കി കാണുന്ന ആളുകൾക്കൊക്കെ ജിൻഡോ ചെയ്യുന്നതിനോട് വലിയ എതിർപ്പ് വരാൻ ചാൻസില്ല. കാരണം പ്രേക്ഷകരായിട്ടുള്ളൊരു കണക്ഷൻ പുള്ളി ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ബാക്കിയുള്ള ഒരു കണ്ടസ്റ്റൻറ്റും ചെയ്യാതെ. ഈ ഗബ്രിയൊക്കെ അസാധ്യ പ്ലെയറാണ്, നല്ല പ്ലെയറാണ്. ഒരു ടാസ്ക് ആയാലും എന്തായാലും പുള്ളി എല്ലാത്തിലും 100 നിൽക്കുന്നുണ്ടെങ്കിലും പ്രേക്ഷകരായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ടാക്കുന്നതിൽ പുള്ളി പൊളിഞ്ഞ് പാളീസായി പോയി. അതായത് പുള്ളി അതിൻ്റെ അത് വാലിഡ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞാലും ഇത്തിരി കണ്ടന്റുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയാലും നമുക്കതൊരു ഇറിറ്റേഷനാണ് ഫീൽ ചെയ്യുന്നത്. കാരണം അങ്ങനത്തെ രീതിയിലുള്ള സംസാരമാണ്. വെറുതെ ഓവറായിട്ട് വലിച്ചു കയറി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെറുപ്പിക്കുന്നതിനേക്കാൾ നല്ല കറക്റ്റായിട്ട് സ്മൂത്തായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഒരു പ്രേക്ഷകരായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കി എടുക്കുക. അതാണ് വേണ്ടത്. ബാക്കിയുള്ളവർക്കൊക്കെ എനിക്ക് ജാസ്മിൻ അങ്ങനെയുള്ളവർക്കൊക്കെ പ്രേക്ഷകർ എന്നുള്ളൊരു ചിന്ത മൈൻഡിലില്ല. അതിൽ കളിക്കണം, അതിലുള്ളവരായിട്ട് മാത്രമാണ് അവർ കളിക്കുന്നത്. പ്രേക്ഷകർ എന്നുള്ളൊരു കോൺസെപ്റ്റ് അവരുടെ മൈൻഡിലോട്ട് വരുന്നില്ല. അതേസമയം ജിൻഡോൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ ഒരു 100 തവണ പറയും പ്രേക്ഷകർക്ക് മനസ്സിലാവുള്ളൂ. കാരണം പുള്ളിയുടെ മൈൻഡിൽ ആർക്ക് വേണ്ടിയാണ് പുള്ളി കളിക്കുന്നത്? പ്രേക്ഷകർക്ക് വേണ്ടിയാണ് പുള്ളി കളിക്കുന്നത്. പ്രേക്ഷകരുടെ വോട്ടാണ് പുള്ളിക്ക് വേണ്ടത്. ബാക്കിയുള്ളവർ ഹൗസിലുള്ളവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മുഖം നോക്കി സംസാരിക്കുന്ന ഒരു കാര്യമാണ്. ജിൻഡോ അങ്ങനെ ആ ഒരു കാര്യത്തിൽ ഫ്രീ ആണ്. കാരണം ആരുടെ അടുത്ത് പോയി എന്നും പറയും ജിൻഡോ. അതുകൊണ്ട് തന്നെയാണ് ഹൗസിൽ എല്ലാവർക്കും ജിൻഡോനെ ഇഷ്ടം.
ഇഷ്ടമില്ലാത്തത്. എല്ലാവരും ജിൻഡോനെ ടാർഗറ്റാണ്. ഒരാൾ പോലും ജിൻഡോനെ ടാർഗറ്റ് ചെയ്ത ഒരാൾ അതിൻ്റെ അകത്തില്ല, ഒരാൾ പോലും ഇല്ല. എല്ലാവരും ഇപ്പോൾ എനിക്ക് തോന്നുന്നു കളിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു അൻസിബയാണ് ഇത്തിരിയെങ്കിലും സോഫ്റ്റ് കോർണർ ജിൻഡോയോട് കാണിക്കുന്നത്. വേറെ ഒരാൾക്കും ജിൻഡോയെ എടുത്ത് പിടിക്കുന്നില്ല. കാരണം അവർക്കറിയാം ജിൻഡോക്ക് പുറത്ത് ഇത്രയും വലിയ സപ്പോർട്ട് ഉണ്ടെന്ന്. അപ്പോൾ അവർ ട്രൈ ചെയ്യുന്നതാണ് ജിൻഡോ ചെയ്യുന്ന കാര്യങ്ങൾ റോങ് ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള കാട്ടിക്കൂട്ടലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു എനിക്ക് തോന്നുന്നു ഒരു 30 ദിവസമൊക്കെ, മാക്സിമം ഒരു 30 ദിവസമൊക്കെ നമുക്ക് മതി ഒരാളായിട്ടുള്ളൊരു കണക്ഷൻ, പ്രേക്ഷകർക്ക് ഒരു കണ്ടസ്റ്റൻ്റായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ടായി കിട്ടാനായിട്ട്. അതിനുശേഷം ഇവർ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണോ ശരിയാണോ എന്നുള്ളതൊക്കെ ഒരു വലിയൊരു വാലിഡായിട്ട് പ്രേക്ഷകർ എടുക്കില്ല. കാരണം ആ ഒരു, അതായത് ഒരാളെ മൈൻഡിലോട്ട് നമുക്ക് ഒരാളുടെ ഫേസ് നമ്മുടെ മൈൻഡിലോട്ട് രജിസ്റ്റർ ആവാനുള്ള ഒരു ടൈം പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു. പിന്നെ എത്രയൊക്കെ കിടന്ന് പരിശ്രമിച്ച് കഴിഞ്ഞാലും ബാക്കിയുള്ളവർക്ക് കയറി വരാൻ കുറച്ച് പാടാണ്. ആ ഒരു കാര്യത്തിൽ ജിൻഡോ വിജയിച്ചു. കാരണം ആദ്യം പുള്ളി കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രേക്ഷകരെ എങ്ങനെ തൻ്റെ ഭാഗത്ത് നിർത്താന്നുള്ള രീതിയിലാണ്. അതിൽ ജിൻഡോ വിജയിച്ചു. ജിൻഡോ കയ്യിൽ നിന്നിട്ട കാര്യങ്ങളും നാച്ചുറലി പുള്ളിയുടെ കയ്യിലോട്ട് വന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഹൗസിലുള്ള എല്ലാവരും കൂടി കൂടിച്ചേർന്ന് കൊടുത്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ജിൻഡോക്ക് ഇത്രയും വലിയ സപ്പോർട്ട് കിട്ടുന്നതിൽ തെറ്റ് പറയാൻ പറ്റില്ല. പിന്നെ ഇത് മനുഷ്യന്മാരല്ലേ, തെറ്റുകൾ എല്ലാവരുടെ ഭാഗത്തുണ്ടാവും. ഈ പറയുന്ന ജാസ്മിനെ ആയാലും ഇവരെല്ലാവരും നമ്മുടെ ഇടയിലുള്ള ആളുകളായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ പോയി നിൽക്കുമ്പോൾ അതിൻ്റെതായ ഒരു മര്യാദ കാണിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ നമുക്ക് തോന്നുള്ളൂ. ആ ടൈമിലാണ് ജാസ്മിൻ്റെ ഈ ഒരു ഇതൊക്കെ നമുക്ക് കോമഡി ആയിട്ട് തോന്നുന്നത്. കാരണം നമ്മളൊക്കെ കിച്ചണിൽ കുക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ സവാളയൊക്കെ അരിയുന്ന ടൈമിൽ നമുക്ക് ഇതുപോലെയൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ അത് നമുക്ക് ക്യാമറയിൽ കൂടി കാണുമ്പോൾ അയ്യേ എന്ന് നമുക്ക് തോന്നും. അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ച് നോക്കുമ്പോൾ കോമഡിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ 6 ഒരു കാര്യം. അതായത് തകർന്ന് തരിപ്പണമായി, അതായത് നമുക്ക് വലിയ മാസ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി കാണാനുള്ള ഒരു പ്രതീക്ഷയില്ലെങ്കിലും എന്തൊക്കെയോ കോമാളിത്തരവ് നടക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ അങ്ങനെ എൻജോയ് ചെയ്യാം. അത്രേ പറ്റുള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. അപ്പോൾ എന്തായാലും കൂടുതൽ വിവരങ്ങൾ നാളത്തെ എപ്പിസോഡ് കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം. അതുവരെ ബൈ.